എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ. നാളത്തെ പ്രമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രേവതിക്ക് ഒരു വലിയ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞിട്ട് രേവതിനെയും കൊണ്ട് നേരെ കലാവതി മുത്തശ്ശിയുടെ വീട്ടിലേക്ക് സച്ചി വരുന്നു. പിന്നീട് കലാവതി മുത്തശ്ശിയും സച്ചിയും കൂടി രേവതിയെ പരിചരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് തന്നെ സച്ചിക്ക് കൂട്ടുകാരന്റെ വീട്ടിലേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം രേവതി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, എന്നെ ഇവിടെ ആദിയുടെ വീട്ടിലാക്കിയാൽ മതി, ഞാൻ അവിടെ ഇരുന്നോളാന്ന് പറയണം. അങ്ങനെ ആദിയുടെ വീട്ടിലേക്ക് രേവതിനെ കൊണ്ടേ ആക്കിയിട്ടാണ് സച്ചി അവിടെ നിന്ന് പോകുന്നത്. ആ സമയത്ത് ആദി എവിടെ ഉണ്ടായിരുന്നു, ആദി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അങ്ങനെ രേവതി വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇപ്പൊ കാപ്പി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് സ്തുതിയുടെ അമ്മ അകത്തേക്ക് കയറി പോവാണ്. ഈ സമയത്ത് രേവതിനെ വന്ന് കളിക്കാനായിട്ട് ആദ്യം വിളിച്ചോണ്ട് പോവാ. ബാ ആന്റി, എന്റെ കൂടെ വന്ന് കളിക്ക്, ഇത് ഞാൻ ബോൾ ഇട്ടുതരാം, ആന്റി അടിക്കാൻ പറയാണ്. ക്രിക്കറ്റ് കളിക്കുക, അതും ചെറിയൊരു റോഡാണ് വീടിന്റെ ഫ്രണ്ടില്. അപ്പൊ അവിടെ ക്രിക്കറ്റ് കളിക്കാനായിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ രേവതി ആ കൂടെ ഇറങ്ങി ചെല്ലുവാണ്. ഇറങ്ങി ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവൻ ബോൾ ഇട്ട് കൊടുക്കുമായിരുന്നു. രേവതി അത് അടിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും അവന് ബോൾ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. പുറകെ ഒരു കാറ് പാഞ്ഞു വരുന്ന കണ്ടു. പക്ഷെങ്കില് ആദ്യം അത് ശ്രദ്ധിച്ചില്ല. ആദിന്റെ അടുത്തേക്ക് വരുന്ന കണ്ടതും രേവതി ഓടി അങ്ങോട്ട് ചെല്ലുവാണ്. ആദ്യനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നതിനിടയില് പെട്ടെന്ന് രേവതി വണ്ടിയിൽ സൈഡ് തട്ടി രേവതി എടുത്തടിച്ച് നിലത്തേക്ക് വീഴുവാണ്. വീഴുന്ന കണ്ടതും ആദ്യം അവിടെ കിടന്ന് അലറി കരഞ്ഞു കഴിഞ്ഞപ്പോ സ്തുതിയുടെ അമ്മ ഇറങ്ങി ഓടി വരുവാണ്. ആ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്ന ബൈക്കും കൊണ്ട്. സച്ചി കണ്ടു അവളെ ഇടിച്ചിട്ടിട്ട് പോകുന്ന ആ വണ്ടി. സച്ചി എന്ത് ചെയ്യുവാണ്, പെട്ടെന്ന് തന്നെ ആ വണ്ടിയുടെ പുറകെ അങ്ങോട്ട് ചെല്ലണം. അവന്മാര് നിർത്താതെ പോവായിരുന്നു. ഇടിച്ചിട്ടിട്ട് എന്ത് പറ്റിയെന്ന് പോലും ചോദിക്കാൻ ഒരു മര്യാദ ഇല്ലാതെ പോകുമായിരുന്നു. സച്ചി വിട്ടുകൊടുക്കോ? സച്ചി അങ്ങ് ചെന്നിട്ട് അവന്മാരുടെ കാറിന് മുന്നിൽ കയറ്റി അങ്ങ് ബൈക്കങ്ങ് നിർത്തി. അവന്മാരെ എല്ലാത്തിനും കൂടെ പിടിച്ചിറക്കി നല്ല രീതിയിൽ അങ്ങോട്ട് പെരുമാറ്റം. നീയൊക്കെ എന്ത് പരിപാടി കാണിച്ചിട്ടാടാ പോയത്? ഒരു മര്യാദയില്ലേ? ഒരാളെ ഇടിച്ചിട്ടിട്ട് യാതൊരു ദാക്ഷിണ്യം ഇല്ലാതെ പോകാൻ നോക്കുന്നോടാ, ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞ് അവന്മാരെ കൂട്ടിക്കൊണ്ട് വരിക. അന്ന് രേവതി കിടക്കുന്നിടത്തേക്ക് കൊണ്ടുവരിക. പറഞ്ഞു, ഒരു സോറി എങ്കിലും പറഞ്ഞിട്ട് പോടാന്ന് പറയണം. ഒരു സോറി പോലും പറയാതെ. അപ്പൊ രേവതിയുടെ കാല് നോക്കിയും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. രേവതി കാലിന് മാത്രം ചില പ്രശ്നമേ പറ്റിയിട്ടുള്ളൂ. പറഞ്ഞു, ചേട്ടാ അറിയാതെ പറ്റിപ്പോ ക്ഷമിക്കാം. ക്ഷമയോ? ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് നീയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിക്കണം. പിന്നീട് അവന്മാരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോ രേവതിക്കാണ് എഴുന്നേക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. സച്ചി എന്ത് ചെയ്യുകയാണ്, രേവതിനെ ഇങ്ങനെ കൈ കോരിയെടുത്ത് സുധിയുടെ വീട്ടിലേക്ക് കൊണ്ടേ ഇരുത്തുകയാണ്. നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കാലിൽ നല്ല നീരൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാരമില്ല, ഇപ്പൊ തന്നെ അത് ഭേദമായിക്കോളും, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ പോയി എന്തോ ഒരു പച്ചമരുന്നൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ കാലിൽ ഇങ്ങനെ തിരുമ്മിക്കൂട്ടി വെക്കുവാണ്. രേവതിക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞ അത്ഭുതമാണ് തോന്നിയത്. ഇത്രമാത്രം തന്നോട് കെയറിങ് കാണിക്കുന്നത്. പിന്നെ സച്ചി പറയുകയും ചെയ്തു, ഏതെങ്ങനെയാ, നിനക്ക് നോക്കിക്കൂടായിരുന്നോ? കണ്ണില്ലായിരുന്നോ മുഖത്ത്? ആ വണ്ടി വന്നു കഴിയുമ്പോൾ നീ എന്തിനാ അതിന്റെ മുന്നിലേക്ക് ചാടാൻ പോയെന്ന് ചോദിക്കണം. രേവതി പറഞ്ഞല്ല, ആദ്യനെ ആ വണ്ടി ഇടിക്കാൻ വന്നിപ്പോ ആദ്യം കണ്ടില്ലായിരുന്നു, അപ്പൊ ആദ്യനെ ഒന്ന് മാറ്റാൻ പോയതാന്ന് പറയണം. സച്ചിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പിന്നീട് കാണിക്കുന്ന ശ്രീകാന്ത് ജോലിയെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് ദേവുവിനെ കാണുന്നത്. അപ്പൊ ദേവുവിനെ കണ്ടു കഴിഞ്ഞപ്പം ദേവനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിക്ക് സുഖമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ അതും പറഞ്ഞു, സുഖമൊക്കെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്, ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത്. അങ്ങനെ സംസാരിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ദേവി ചോദിക്കുന്നുണ്ട്, എന്നാ അവിടുത്തെ പഠനമൊക്കെ കഴിഞ്ഞു വന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് തന്റേതായ വിശേഷങ്ങളെല്ലാം പറയുവാണ്. ഇവിടെ ഞാൻ പുതിയൊരു റെസ്റ്റോറന്റിൽ കയറി, ഇപ്പൊ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ ഇടയ്ക്ക് വർഷയുടെ കാര്യം ഇടയിൽ വരുവാണ്. വർഷയുടെ കാര്യം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ദേവ് പറഞ്ഞു, ഓഹോ കൊള്ളാലോ, അന്നെങ്കിൽ പിന്നെ ഒരു ദിവസം അവളെ ഒന്ന് കാണാമല്ലായിരുന്നോ? ശ്രീയുടെ ഫുഡ് ഇത്ര മാത്രം ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ശ്രീനെ ഇഷ്ടപ്പെടുമായിരിക്കും. നിങ്ങൾ തമ്മിൽ നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു പ്രണയം ഉടലെടുത്താലോന്ന് ചോദിക്കുന്നില്ല. പിന്നെ പ്രണയം ഉടലെടുക്കാനായിട്ട് അതും അവളുമായിട്ട് ഞാൻ ഫോണിൽ കൂടെ കുറച്ചു വട്ടം സംസാരിച്ചെന്നല്ലാതെ അവളുമായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന വഴിക്കാണ് ലക്ഷ്മിയമ്മ വരുന്നത്. അപ്പൊ ലക്ഷ്മിയമ്മ കണ്ടു ദേവും ശ്രീകാന്ത് ഒന്നും കൂടെ സംസാരിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോൾ സുഖമാണോ മോനെ എന്നൊക്കെ ചോദിച്ച് ശ്രീകാന്തിനോട് സംസാരിക്കുന്നുണ്ട്. പിന്നീട് ശ്രീകാന്ത് സുഖാന്റി എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് അങ്ങോട്ട് പോവാണ്. പക്ഷെ വീട്ടിലേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോ തന്നെ ആദ്യം ദേവനോട് ലക്ഷ്മിയമ്മ പറഞ്ഞു, അതെ സംസാരിക്കാൻ തന്നെ കുഴപ്പമില്ല, പക്ഷെ അധികം അടുപ്പത്തിലൊന്നും പോകണ്ടെന്ന് ദേവനോട് പറയണം. അതെന്തമ്മ അങ്ങനെ പറഞ്ഞേ? നിനക്കറിയാലോ നിന്റെ ചേച്ചി ആ വീട്ടിലുണ്ട്. ഇനിയിപ്പം നീയും അവനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ട ചന്ദ്രമതി എങ്ങാനും കണ്ട അതോടുകൂടി തീർന്നു. ഇനി അടുത്ത പ്രശ്നം അതായിരിക്കും. വെറുതെ എന്തിനാ നമ്മളായിട്ട് അവളുടെ അവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തില് എന്തെങ്കിലും പ്രവർത്തിക്കുന്നേ? രേവതിക്ക് നീ കാരണം ഒരു ബുദ്ധിമുട്ടും ആ വീട്ടിലുണ്ടാവരുത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിക്കണം.
ദേവ് പറഞ്ഞു, അതിനമ്മേ ഞാൻ നോർമൽ സ്റ്റേജിലാണ് ശ്രീയോട് സംസാരിച്ചത്, അതിനപ്പുറം ഞങ്ങൾ തമ്മിലൊരു ബന്ധമില്ലാന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നിനക്കത് അങ്ങനെ ആയിരിക്കും, പക്ഷെ കാണുന്നവർക്ക് അത് അങ്ങനെ തോന്നണമെന്നില്ലോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ദേവുന് അമ്മ പറയുന്നതിന്റെ സീരിയസ്നെസ് എന്നാലും മനസ്സിലാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന രേവതിനെയും കൊണ്ട് സച്ചി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് കലാവതി മുത്തശ്ശൻ പാറുമ്മ നോക്കിയിരിക്കുവായിരുന്നു. പോയിട്ട് കുറെ സമയമായി, ഇതുവരെ ആയിട്ടും കണ്ടില്ല. അപ്പൊ ഇതേതല്ലേ പോയെന്നോർത്ത് നോക്കിയിരിക്കുമ്പോഴത്തേനും സച്ചി രേവതിനെ ഇങ്ങനെ കയ്യിൽ കോരി എടുത്ത് കയറി വരുന്നതാണ്. ഈ കാഴ്ച കണ്ടതും പാറുമ്മ അന്തം വിട്ടുപോയി. ഓടിപ്പോയി കലാവതി മുത്തശ്ശനെ വിളിച്ചോണ്ട് വരികയാണ്. മുത്തശ്ശനെ വിളിച്ചോണ്ട് വന്നിട്ട് തെങ്ങ് നോക്ക്, ഇത് കാണുന്ന എന്താന്ന്. പെട്ടെന്ന് കലാവതി മുത്തശ്ശി പറഞ്ഞു, ആ ക്ഷേത്രത്തിൽ പോയതിന്റെ ഗുണം ഉണ്ടായിട്ടുണ്ട്, കണ്ടില്ലേ അവളെ കോരി എടുത്തോണ്ട് അവൻ വരുന്നേ. അവര് വിചാരിച്ച ക്ഷേത്രത്തിൽ പോയതിന്റെ ഇതും ഗുണം കൊണ്ടാണ്, അപ്പൊ സ്നേഹം കൂടിയിട്ട് കോരി എടുത്തോണ്ട് വരുന്നതെന്ന് ഓർത്തെ. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി കഴിയുമ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. വണ്ടി ആക്സിഡന്റ് ആയ കാര്യങ്ങൾ എല്ലാം കേട്ട് കഴിയുമ്പോൾ കലാവതി മുത്തശ്ശിയും പെട്ടെന്ന് സങ്കടമായിപ്പോയി. കലാവതി മുത്തശ്ശി ഇവിടെ നോക്കി നടക്കണ്ടായിരുന്ന മോളെ. കലാവതി മുത്തശ്ശി ഈ ചോദ്യം കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രേവതി പറഞ്ഞു, മുത്തശ്ശി ഞാനാണെങ്കിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പറഞ്ഞല്ലോ ആ വണ്ടിക്കാരന് അതിനെ ഇടിക്കാൻ വന്ന സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയതാന്നൊക്കെ പറയണം. പിന്നീട് മുത്തശ്ശിയും മുത്തശ്ശിയുടെ രീതിയിലായ കിഴികെട്ടും പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. രേവതിയുടെ കാലയിൽ ഇങ്ങനെ വെച്ച് കിഴിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കണ്ട് സച്ചിക്കും ഭയങ്കര വേദന ഉണ്ടായിരുന്നു. രേവതിക്ക് വേദനയാന്ന് അറിയുമ്പോൾ സച്ചിയുടെ ഉള്ളും പടയുവാണ്. എന്തോ ഒരു സ്നേഹം എവിടെയോ ഒരു കൊളുത്തി വലിക്കുന്ന പോലെ സച്ചിക്കും തോന്നുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന കലാവതി മുത്തശ്ശിയുടെ അരിയിലേക്ക് ചന്ദ്രമതി രവീന്ദ്രനും കൂടെ വരുന്നുണ്ട്. അപ്പൊ അവര് വരുമ്പം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയുടെ കാലിൽ ഇങ്ങനെ കിഴിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന കലാവതി മുത്തശ്ശിനെയാണ്. ഇത് കണ്ടത് രവീന്ദ്രൻ ഒരു നിമിഷം അമ്പരന്ന് പോയി. രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി അമ്മേ, എന്താ പറ്റിയെന്ന് ചോദിക്കും. പറഞ്ഞു, എടാ ഒന്നും പറയണ്ട, ക്ഷേത്രത്തിലേക്ക് പോയായിരുന്നു, ക്ഷേത്രത്തിലേക്ക് പോയ വഴിക്ക് ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചെന്ന് പറയണം. പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ, സാരമില്ല മോളെ, അതൊക്കെ കുറഞ്ഞോളും, 2-3 ദിവസം റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറയണം. ഈ സമയത്ത് സച്ചി അകത്തൊന്നും കടന്നു വരുന്നേ. അച്ഛനെ കണ്ടോ, അച്ഛാന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എനിക്കറിയായിരുന്നു അച്ഛനല്ലെങ്കിലും എന്നെ കാണാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ്. ഈ സമയത്താണ് സച്ചി നോക്കി കഴിയുമ്പോഴത്തേന് ചന്ദ്രമതിയും കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ആ കാഴ്ച കൊണ്ട് സച്ചി അമ്പരന്ന് നോക്കുവാണ്. ഞാൻ കാണുന്ന സ്വപ്നവും മറ്റോ ആണോന്ന്. കാരണം ചന്ദ്രമതി ഒരിക്കലും ഇങ്ങോട്ട് വരാറ് പോലെ ഉള്ളതല്ല, പെട്ടെന്ന് ഇങ്ങനെ വരണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ കാണുമല്ലോ. അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, അല്ല ഇത് ആര്, ചന്ദ്രമതി എന്ത് പറ്റി, വഴി തെറ്റി വല്ലതും വന്നായിരിക്കും അല്ലേ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോ കലാവതി മുത്തശ്ശി, എടാ ഒന്ന് മിണ്ടായിരിടാന്ന് പറയണ. അച്ഛമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്താണെങ്കിലും ഇങ്ങോട്ട് ചന്ദ്രമതി അമ്മ വരണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണമില്ലാതെ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയണം. അപ്പൊ മുത്തശ്ശി ചോദിച്ചു, അതെന്താടാ അങ്ങനെ നീ പറഞ്ഞത്? പിന്നെ എനിക്കറിയാത്ത ചന്ദ്രമതിയൊന്നും അല്ലല്ലോ, എന്തോ ഒരു ഗൂഢലക്ഷ്യമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു പറയാണ്. എന്നാലും എന്തിനായിരിക്കും ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കണം. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, എടാ വന്നല്ലേ ഉള്ളൂ, ഒന്നിരിക്കട്ടെ, നീ ഒന്ന് സമാധാനപ്പെടാൻ പറയണം. പക്ഷെ സച്ചിയുടെ മനസ്സിലെ സംശയം അങ്ങോട്ട് മാറിയിരുന്നില്ല. പിന്നീട് ചന്ദ്രമതി വളരെ സ്നേഹത്തോടു കൂടി രേവതിയോട് ഒന്ന് സംസാരിക്കുന്നുണ്ട്. അതോടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സച്ചിക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യസാധ്യതയുണ്ട്, എന്തോ കാര്യം സാധിച്ചുകൊണ്ട് പോവാനുണ്ട്. അല്ലെങ്കിൽ ഇത്ര മാത്രം വന്ന് രേവതിയോടും സോപ്പിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതോ കലാവതി മുത്തശ്ശിയോട് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ കടിച്ചു കയറാൻ പാകത്തിനാണ് ചന്ദ്രമതി ചെയ്യുന്നോണ്ടിരുന്നത്, സംസാരിച്ചോണ്ടിരുന്നത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് സച്ചി ഒരു കാര്യം മനസ്സിലേക്ക് പറഞ്ഞു, സൂക്ഷിച്ചോ മോനെ, എന്തോ ഒരു കാര്യം സാധിച്ചെടുക്കാനുണ്ട്, ആ ഒരു കാര്യമായിട്ടാ വന്നിരിക്കണേന്ന്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.